വീഡിയോ റിയലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയും ചെയ്യുമല്ലോ. വീഡിയോയിലേക്ക് പോകാം. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ 1-ാം ക്ലാസ് മുതൽ ബിരുദതലം വരെ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ്. പഠിക്കുന്ന സ്ഥാപനത്തിൽ മാർച്ച് 31 വരെ അപേക്ഷ നൽകാം. അച്ഛനോ അമ്മയോ രണ്ടുപേരും മരണമടഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ മിഷനാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പ് എല്ലാ വർഷവും 3000 രൂപയാണ് നൽകുന്നത്. 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം 5000 രൂപയും +2 അല്ലെങ്കിൽ തത്തുല്യ കോഴ്സുകളിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 7500 രൂപയുമാണ് ലഭിക്കുക. ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് 10000 രൂപ സ്കോളർഷിപ്പായി നൽകുന്നു. സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭ്യമാകൂ. അനാഥാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയില്ല. അപേക്ഷകരിൽ BPL വിഭാഗത്തിന് മുൻഗണന നൽകും. സർട്ടിഫിക്കറ്റും റേഷൻ കാർഡിൻ്റെ പകർപ്പും ഹാജരാക്കണം. APL വിഭാഗത്തിൽ വാർഷിക വരുമാനം 20000 രൂപയിൽ കവിയാൻ പാടില്ല. നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് അത് 22375 രൂപ വരെയാകാം. ഇതിന് തെളിവായി റവന്യൂ ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കുകളിൽ വിദ്യാർത്ഥികളുടെ പേരിലുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ട് നിർബന്ധമാണ്. ഫോട്ടോ ഒട്ടിച്ച പാസ്ബുക്കിൻ്റെ കോപ്പി അപേക്ഷയോടൊപ്പം ചേർക്കണം. അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥികളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പും സമർപ്പിക്കണം. സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് ഇനി പറയുന്ന രേഖകൾ ആവശ്യമാണ്: ആധാർ കാർഡ്, മാതാപിതാക്കളുടെ മരണ സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ്, BPL സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, ബാങ്ക് വിശദാംശങ്ങൾ. പഠന സ്ഥാപനത്തിൽ ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്നതിന് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് സ്ഥാപന മേധാവി ഇത് പരിശോധിക്കണം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ജില്ലാ ശിശുക്ഷേമ സമിതി ശുപാർശ ചെയ്യുന്ന അപേക്ഷകൾ നേരിട്ട് സമർപ്പിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 മാർച്ച് 31 എല്ലാ വിദ്യാർത്ഥികളും എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന നിരവധി സ്കോളർഷിപ്പ് വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം. നന്ദി.